നമസ്കാരം. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിൻ്റെ നേട്ടം കൊയ്യുന്നത് UDF ആണ്. BJPക്കും അതിൻ്റെ നേട്ടമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഇതുവരെ വന്ന കണക്കുകൾ വെച്ച് കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ ഇരട്ടിയിൽ കൂടുതലേക്ക് അവരുടെ ഭരണം വർദ്ധിപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട്. അതിൽ എല്ലാം ഉപരി ഈ കേരളം തന്നെ അല്ലെങ്കിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ നിലവിൽ ഇപ്പോൾ 10 സീറ്റോളം മുന്നിലാണ് BJP. ഇങ്ങനെയാണ് അത് അവസാനം വരെ പോകുന്നതെങ്കിൽ BJPക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ UDF മേൽക്കൈ നേടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. തുടക്കത്തിൽ LDFനായിരുന്നു, പക്ഷേ അത് മാറി പറയുന്നു. അതിനൊപ്പം തന്നെ പല പ്രമുഖരും തോൽക്കുകയും പല പ്രമുഖർ ജയിക്കുകയും ചെയ്തിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ നോക്കിയാൽ ഈ നമ്മുടെ ഡിങ്കിരി വിനീഷ്, അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ വിനീഷ് കോടിയേരിയുടെയൊക്കെ ഉറ്റ സുഹൃത്തായ IP ബിനു എന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ AKG സെൻറ്റർ ഇരിക്കുന്ന ആ സ്ഥലം കുന്നുകുഴി എന്ന വാർഡാണ്. അവിടെ അയാൾ തോറ്റ ഒരു വാർത്ത വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജയിക്കുമോ തോക്കുമോ എന്ന് നോക്കിയ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് R ശ്രീലേഖ. അവർ ജയിച്ചിട്ടുണ്ട്. VV രാജേഷ് ജയിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കോർപ്പറേഷൻ്റെ മേയറാവാൻ സാധ്യതയുള്ള BJPയുടെ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ ചില നിർണായകമായിട്ടുള്ള റിസൾട്ട് ഇതിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്കറിയാം വഖഫ് വിഷയത്തിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതാണ് മുനമ്പം. അവിടെ BJP അക്കൗണ്ട് തുറന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതേപോലെ തന്നെ ധർമ്മടം പോലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ BJP ജയിച്ചതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. തിരുനെല്ലി പോലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്ന, അങ്ങനെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ അത് ഈ ഒരു 100 പഞ്ചായത്തിലേക്കൊന്നും വർദ്ധിപ്പിക്കാൻ അവർക്കിത് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നിലവിൽ, അതായത് എത്രയോ പതിറ്റാണ്ടായിട്ട് ഭരണപക്ഷത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ UDF അഥവാ കോൺഗ്രസും ലീഗും ഒക്കെ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതാണ്. അതിനാൽ LDFനോടുള്ള ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ UDFന് പറ്റുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇടപഴകുന്ന നേതാക്കളായിരിക്കും അതിൻ്റെ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാക്കളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ജയിച്ചാലും തോറ്റാലും ഒക്കെ ജനങ്ങളോടൊരു ബന്ധം കാണും. അപ്പോൾ മുൻ വർഷങ്ങളിൽ പ്രസിഡൻ്റായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മെമ്പറായിരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർ തോറ്റാലും ജയിച്ചാലും ഒക്കെ ജനങ്ങളുടെ ഇടയിലായിരിക്കും. അതിനാൽ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്നത് മുതലാക്കാൻ UDFനും അതേപോലെ തന്നെ ലീഗിനുമൊക്കെ പറ്റിയിട്ടുണ്ട്. അത്തരം ഇടങ്ങളിലേക്ക് BJP അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും എങ്ങനെ നോക്കിയാലും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണി ഏതാണ്, പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ 2020 സീറ്റും ഭരണവും ഇരട്ടിയിൽ കൂടുതലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന മർമ്മപ്രധാനമായിട്ടുള്ള, ബാക്കി എവിടെയൊക്കെ ആരൊക്കെ ജയിച്ചാലും വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞ തലസ്ഥാനം BJP പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് രണ്ട് മുന്നണികൾക്കും വലിയൊരു അടിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കാൻ, എൻ്റെ അവസാനത്തെ കണക്ക് വന്നിട്ടില്ല, നമുക്കറിയാം കുറച്ച് താമസിക്കും. നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കയറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFനൊരു മേൽക്കൈയുണ്ട്. അത് UDFൻ്റെ നേട്ടം കൊണ്ടൊന്നുമല്ല. അവർ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ 10 വർഷം കൊണ്ട് നമ്മൾ ഈ LDFൻ്റെ ഈ കെടുകാര്യസ്ഥതയും അഴിമതിയും കണ്ട് മടുത്തിട്ട് UDFന് കൊടുത്ത വോട്ടാണ്. ഇവിടെ ഗർഭ കേസോ പെണ്ണ് കേസോ ഒന്നും ജനങ്ങളെ അത്ര ബാധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസും ഗർഭ കേസും ഒന്നും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. അത് അവരുടെ കാര്യം, വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഞങ്ങളെ ബാധിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റ് ഉദ്യോഗസ്ഥ ബന്ധത്തിൽ നടക്കുന്ന കൊള്ള അഴിമതി. അതായത് ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നത്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഹെലിപ്പാഡ് പണിതു. കുറച്ച് സ്ഥലം മാത്രം സിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ 20 ലക്ഷം രൂപ ചിലവായി എന്നൊരു കണക്ക് വിചിത്രമായിട്ടുള്ളൊരു കണക്കാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നടക്കുന്ന വലിയ കൊടിയ അഴിമതികളുണ്ട്. ഇതുകൊണ്ട് സഹികെട്ടിരിക്കുകയാണ് ജനങ്ങൾ. അതുകൊണ്ടൊക്കെയുള്ള അവരുടെ ഒരു പ്രതികരണമാണ് അത് UDFൻ്റെ നേട്ടമായി എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം LDFനെ അത്രമാത്രം ജനങ്ങൾ വെറുത്തിരിക്കുന്നു. അതിൻ്റെ വലിയൊരു നേട്ടം കൊയ്യാൻ സാധിച്ചത് UDFനും തീർച്ചയായിട്ടും BJPക്കും ഉണ്ട്. BJP കഴിഞ്ഞ തവണ അവർക്ക് ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ ഇരട്ടി പഞ്ചായത്തിലേക്ക് അവർക്ക് പോകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് കൂടാനാണ് സാധ്യത. അതിനൊപ്പം തന്നെ കേരളത്തിലെ 6 കോർപ്പറേഷനുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷനായ തിരുവനന്തപുരത്ത് ഭരണം BJP കൈയാളാൻ പോകുന്നു എന്നതാണ് ഇതുവരെ കാണുന്ന ഒരു വാർത്തയിൽ കാണുന്ന ഒരു പ്രത്യേകത. അത് അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത.